നമുക്ക് ഒരിക്കൽ കൂടി തൃക്കാക്കരയിലെ വാമന ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ രേഷ്മ ബാബു തയ്യാറാണ്. രേഷ്മ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഓണം അതിൻ്റെ ഐതിഹ്യവുമായൊക്കെ ഇഴകിച്ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃക്കാക്കരയിലെ വാമന ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഇന്ന് തിരു ഉത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പറയൂ രേഷ്മ. വാമനമൂർത്തിയുടെ കാൽപാദം പതിഞ്ഞ ദേശമാണ് തൃക്കാക്കര. തൃക്കാക്കര ദേശത്തിന്റെ നാഥൻ തൃക്കാക്കര അപ്പനാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് മലയാളിക്ക് എന്നും തൃക്കാക്കരയപ്പൻ എന്നുള്ള ഒരു ഐതിഹ്യത്തിന്റെ തന്നെയാണ്. എത്ര ഓണം ഉണ്ടാലും തൃക്കാക്കരയിൽ എത്താതെ ആ ഓണം പൂർത്തീകരിക്കില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇന്നേ ദിവസം ഓണനാളിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ വാമനമൂർത്തിയെ ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാ പുണ്യവും ലഭിക്കുമെന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ നടക്കുന്നത് ശ്രീബലി ചടങ്ങാണ്. 9 ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടാണ് ശ്രീബലി ചടങ്ങ് പുരോഗമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പാഞ്ചാരിമേളം, കവിൽ ഉൾപ്പെടെയുള്ള വാദ്യമേള ഘോഷങ്ങളും ഇവിടെ ഉണ്ട്. നേരത്തെ ഒരു അരമണിക്കൂർ മുൻപ് 8 മണിയോടുകൂടി മഹാബലിയെ എതിരേറ്റിരുന്നു. അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്, വാമനമൂർത്തിയുടെ രൂപം ധരിച്ച കൊച്ചുകുട്ടി മഹാബലി തമ്പുരാനെ നേരിട്ടെത്തി ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. താലപ്പൊലിയുടെ ഒക്കെ തന്നെ അകമ്പടിയുടെ വഞ്ചിപ്പാട്ടൊക്കെ പാടി സ്ത്രീജനങ്ങളായിട്ടുള്ള ഭക്തർ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് മഹാബലിയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിക്കുന്നത്. ഈ ഒരു വൈഷ്ണവ ശൈവ ഒരു പൂജാ ചടങ്ങുകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഐതിഹ്യവും ഇഴചേർന്നതാണ് തൃക്കാക്കര ക്ഷേത്രം. ഈ ഒരു 9 ആന എഴുന്നള്ളിപ്പും അതോടനുബന്ധിച്ചുള്ള മഹാബലി ചടങ്ങ്, ശ്രീബലി ചടങ്ങ് അത് തീർന്നതിന് ശേഷമാണ്, അത് അവസാനിച്ചതിന് ശേഷമാണ് തിരുവോണ സദ്യ. ഏറെ പ്രസിദ്ധമായിട്ടുള്ളതാണ് തൃക്കാക്കരയിലെ തിരുവോണ സദ്യ എന്ന് പറയുന്നത്. സാധാരണ പണ്ടുകാലങ്ങളിൽ ഉത്രാടത്തിന് ലഭിക്കുന്ന കാഴ്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവോണ നാളിൽ സദ്യ ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ 10 ദിവസവും സദ്യയൊക്കെ ഉണ്ട്. 25,000-ത്തിലധികം പേരാണ് ഓരോ തിരുവോണ സദ്യയിലും പങ്കെടുക്കുന്നത്. അത്രയധികം ആളുകൾ തിരുവോണ ദിവസം തൃക്കാക്കര ക്ഷേത്രത്തിലെത്തി വാമനമൂർത്തിയെ ദർശിക്കും. വലിയ വിപുലമായ ചടങ്ങുകൾ. രേഷ്മ, തൃക്കാക്കര ക്ഷേത്രത്തിൽ ഇന്ന് തിരുവുത്സവത്തിന്റെ കൊടിയിറക്കം കൂടിയാണ്. അവിടെ ശ്രീഭൂതബലി എന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നിരവധി ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നടക്കുന്നു. വലിയ ഭക്തജനത്തിരക്ക് വാമന ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് രേഷ്മയാണ്.